ഇറാൻ US സമാധാന ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ സുരക്ഷ ശക്തമാക്കി. ഇറാനും യുഎസും പരസ്പരം പോർവിളികൾ ഉയർത്തുന്നത് തുടരുന്നതിനിടെ രണ്ടാം ഘട്ട സമാധാന ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏത് നിമിഷവും ചർച്ചയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. റാവൽപിണ്ടിയിൽ അതീവ ജാഗ്രത പാലിക്കുകയും 10,000-ലധികം പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളത്തിലാകും അമേരിക്കൻ ഇറാൻ പ്രതിനിധി സംഘം ഇറങ്ങുക. ഇവിടെ നിന്നാണ് ഇവർ ഇസ്ലാമാബാദിലേക്ക് പോവുക. ഈ സാഹചര്യത്തിലാണ് റാവൽപിണ്ടിയിൽ സുരക്ഷ ഉയർത്തിയിരിക്കുന്നത്. പ്രധാന റോഡുകളടക്കം തടഞ്ഞുകൊണ്ടാണ് സുരക്ഷാ വിന്യാസം. ഏപ്രിൽ 18-ന് അർദ്ധരാത്രി മുതൽ സുരക്ഷാ വിന്യാസം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം രണ്ടാം ഘട്ട ചർച്ചയുടെ തീയതിയും വേദിയും സംബന്ധിച്ച് ഇറാനും യുഎസും ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ചർച്ചയ്ക്കായി പാകിസ്ഥാൻ സൈനിക മേധാവി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ് ഇറാൻ പരമോന്നത സുരക്ഷാ കൗൺസിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്നാൽ രണ്ടാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ തന്നെ നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയിരുന്നു. എന്നാൽ ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തുടരുന്ന പശ്ചാത്തലത്തിൽ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ്. ഇറാനെതിരായ നാവിക ഉപരോധം പിൻവലിക്കാത്തതിനെ തുടർന്ന് ഹോർമുസ് ഇറാൻ വീണ്ടും അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളിലും രണ്ടാം ഘട്ട ചർച്ച നടക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ ഉള്ളത്. US നിന്നും ഇറാനിൽ നിന്നുമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ള മുന്നൊരുക്ക സംഘം ഇസ്ലാമാബാദിൽ ഞായറാഴ്ച എത്താൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരെ ഉദ്ധരിച്ച് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ ആഴ്ച സൗദി അറേബ്യ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഈ യാത്രകൾ വെറും ഔപചാരിക സന്ദർശനങ്ങളല്ല, പിന്തുണ സമാഹരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളായിരുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസിം മുനീർ ഇറാനിലേക്ക് പോയത് കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇത് പാകിസ്ഥാനിൽ യഥാർത്ഥ അധികാരം ആരുടെ കൈകളിലാണ് എന്ന പഴയ ചോദ്യത്തെ വീണ്ടും ഉയർത്തിയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണോ അതോ സൈനിക സ്ഥാപനങ്ങളാണോ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന ചർച്ച വീണ്ടും ശക്തമായി. പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഘടനയിൽ സൈന്യത്തിന് പതിവായി വലിയ സ്വാധീനമുണ്ടെന്ന വിലയിരുത്തൽ പുതിയതല്ല. സുരക്ഷ, വിദേശ നയം, ഇന്ത്യയുമായുള്ള ബന്ധം, അഫ്ഗാനിസ്ഥാൻ നയം, അമേരിക്കയുമായുള്ള ഇടപെടൽ തുടങ്ങിയ മേഖലകളിൽ സൈന്യം പലപ്പോഴും നിർണായക പങ്കുവഹിച്ചു. അതിനാൽ അസിം മുനീറിന്റെ ഇറാൻ സന്ദർശനം ഒരു സാധാരണ നയതന്ത്ര നീക്കമല്ല, മറിച്ച് പാകിസ്ഥാന്റെ യഥാർത്ഥ അധികാര കേന്ദ്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സംഭവമായിരുന്നു. പശ്ചിമേഷ്യയിൽ മറ്റൊരു നിർണായക സംഭവ വികാസം ഇസ്രായേലും ലെബനനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തലായിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിലുണ്ടായ ഈ ഇടക്കാല കരാർ അതിർത്തി സംഘർഷങ്ങൾ താൽക്കാലികമായി ശമിപ്പിക്കാനായി. അമേരിക്കയുടെ കണക്കനുസരിച്ച് ട്രംപ് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായി നേരിട്ട് സംസാരിച്ചു. കൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി 2 തവണ ബന്ധപ്പെട്ടു. ഇതിലൂടെ അമേരിക്ക പശ്ചിമേഷ്യയിലെ പല സംഘർഷ രേഖകളിലും ഒരേ സമയം ഇടപെടാൻ ശ്രമിക്കുന്നതായി വ്യക്തമായി. ഈ വെടിനിർത്തൽ താൽക്കാലികമായിരിക്കാം, എന്നിരുന്നാലും അതിന്റെ രാഷ്ട്രീയ പ്രസക്തി വലുതാണ്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള സ്ഥിര കരാറിലേക്ക് ഒരു ചെറിയ വാതിൽ തുറക്കാനാകുമിത്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ വ്യാപക യുദ്ധഭീഷണി കുറയുന്നതിലൂടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഭാവി ചർച്ചകൾക്കും ഇത് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാം. ഒരു സംഘർഷ രേഖയിൽ സമാധാനം വന്നാൽ മറ്റൊന്നിലും ചർച്ചകൾക്ക് സാധ്യത ഉയരുമെന്നതാണ് നയതന്ത്രത്തിന്റെ അടിസ്ഥാന സത്യം. ചർച്ചകളുടെ ഔദ്യോഗിക തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. സമാധാന ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇസ്ലാമാബാദിൽ അവധി പ്രഖ്യാപിക്കുമെന്നും പാക് അധികൃതർ പറഞ്ഞു. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടിരുന്നു. എന്നാൽ തർക്കം പരിഹരിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് ഇരുപക്ഷവും അവകാശപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.